ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാലൻസ് നോക്കാനുണ്ട്. അതായത് ഗ്ലോബൽ വാർമിംഗ് തൊട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബലി ഒരു എക്സ്ട്രാ വാർമിംഗ് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്താൽ മതി. അത് ഒറ്റയടിക്ക് അങ്ങ് ടെമ്പറേച്ചർ കൂടുക എന്നുള്ളതല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാജുവൽ ആയിട്ട് അല്ലെ, വളരെ പതുക്കെ പതുക്കെ നമ്മുടെ എർത്തിന്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ കൂടി കൂടി വരുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള ആ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ മേജർലി അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടാണ്, ഹ്യൂമൻ ബീങ്സ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒക്കെ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ യൂസ് കൂടുന്നതിന്റെ കാരണമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗ് കൂടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസും അതുപോലെ തന്നെ നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്കും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിന് അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുകയും അതുവഴി നമ്മുടെ എർത്തിന്റെ ആ ഒരു ഓവറോൾ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ എർത്തിനെ ആ ഒരു ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് ഈ ഗ്ലോബൽ വാർമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതൊരിക്കലും ഒരു ആവറേജിന് കൂടാനായിട്ട് പാടില്ല. അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. ഓക്കെ, അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ CH4 എന്ന് പറയുന്നത് മീഥെയിൻ ആണ് അല്ലെ, മീഥെയിൻ ആണ്. അപ്പൊ ഈ CH4 അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഏകദേശം 31% കാർബൺ ഡൈ ഓക്സൈഡും 149% മീഥെയിനും ഒക്കെ കൂടി എന്നാണ് പറയുന്നത്. അതായത് 1750 തൊട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് തൊട്ട് അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളുടെ എർത്തിന്റെ ഓവറോൾ ടെമ്പറേച്ചർ ഏതാണ്ട് ഒരു 0.6 ഡിഗ്രി സെൽഷ്യസോളം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ നേരിട്ടൊക്കെ നമുക്ക് കണ്ണാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ കടൽ എന്ന് പറയുന്ന സാധനം ഒരു നമ്മുടെ ലാൻഡ് ലെവലിനെക്കാട്ടിലും താഴ്ന്നാണ് കിടന്നത്. പക്ഷെ ഇപ്പോ നമ്മുടെ ലാൻഡും സീയും കൂടെ ഇപ്പൊ ദൂരെ നിന്ന് നമ്മുടെ ബീച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലാൻഡ്, അതായത് ഇപ്പൊ ഇത് ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ വരയ്ക്കും, ഇത് നമ്മുടെ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ലാൻഡിനെക്കാട്ടിലും ഒരു പൊടി ഇതാണ്ട് ഇവിടെ ആയിരിക്കും സീ കിടക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് അതായത് ബീച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതും ഈ ഗ്ലോബൽ വാർമിംഗും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ എർത്തിന്റെ ചൂട് കൂടും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു താപം ചൂട് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഗ്ലേസിയേഴ്സ് ഒക്കെ ഇല്ലേ, മഞ്ഞുമലകള്, ഈ മഞ്ഞുമലകളൊക്കെ ഉരുകും. അപ്പൊ അത് ഉരുകി എന്താണ് ഈ സീയിലാണ് വന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യുന്നത് ഫൈനലി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് സീ ലെവൽ അതുപോലെ കോസ്റ്റൽ ഫ്ലഡിങ് പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളുടെ നല്ല വെള്ളത്തിലേക്ക് ഈ പറയുന്ന എന്താണ് ഈ മഞ്ഞുമല എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിന്റെ ഒരു സോഴ്സ് ആണ്. അപ്പൊ അതിലേക്ക് ഈ കടലിലെ വെള്ളം വന്ന് ചേരുമ്പോഴത്തേക്കും അത് ഉപ്പുവെള്ളമായിട്ട് മാറുകയും അങ്ങനെ ആ ഒരു ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒരു ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവുന്നുള്ളു. അതുപോലെ തന്നെ എക്കോളജിക്കൽ നീഷകൾ, അതായത് പലതരത്തിലുള്ള എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള പല ആൾക്കാരും, പല ആനിമൽസും ആയിക്കോട്ടെ, പല സ്പീഷീസ് ആയിക്കോട്ടെ, അവരൊക്കെ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ വരുന്നതായിട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം ട്രോപ്പിക്കൽ ഡിസീസുകൾ അല്ലെ, അപ്പൊ അങ്ങനത്തെ അസുഖങ്ങൾ വരുന്നതും എല്ലാം ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പാക്ട് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ നിങ്ങളുടെ അടുത്ത് എക്സാമിന് ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പാക്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സംഭവിക്കുന്നത്, സീ ലെവൽ റൈസ് ഉണ്ടാവും അല്ലെ, സീ ലെവൽ റൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ പോളാർ ഐസ് ഇല്ലാതാവും. അതുവഴി നമ്മുടെ കടലിലൊക്കെ വെള്ളം കൂടും. ഡ്രിങ്കിങ് വാട്ടറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്പീഷീസുകൾ ഇല്ലാതായി പോവും. ട്രോപ്പിക്കൽ സ്റ്റോമുകൾ, സൈക്ലോണുകൾ, അതുപോലെ ട്രോപ്പിക്കൽ ഡിസീസസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോൾ അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ എഞ്ചിന്, അത് നമുക്കറിയാം വണ്ടികളിലൊക്കെ ഇതെന്താണ് ഇന്ധനമായിട്ട് വരുമ്പോൾ അവിടെ കമ്പഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ.
കമ്പസ്റ്റൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്പസ്റ്റൻ സംഭവിച്ചിട്ടാണ് ഈ എനർജി നമുക്ക് ഈ വണ്ടികൾക്കൊക്കെ കിട്ടുന്നത്. ഈ പെട്രോളും അതുപോലെ തന്നെ കോളും ഒക്കെ കത്തിയിട്ടാണ് എനർജി തരുന്നത്. അപ്പൊ ഈ കോള്, പെട്രോളിയം പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും CH4 മീഥേന്റെയും നൈട്രസ് ഓക്സൈഡിന്റെയും ഓസോണിന്റെയും ഒക്കെ ഒരു സോഴ്സ് ആണ്. അപ്പൊ ഈ ഓസോൺ എന്ന് പറയുന്നത് നല്ല ഓസോണും ഉണ്ട്, ചീത്ത ഓസോണും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ചീത്ത ഓസോൺ, ബാഡ് ഓസോണിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ മറ്റൊരു കാരണമാണ് അല്ലെ. കാരണം നിങ്ങൾക്കറിയാം, മരങ്ങൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് മരങ്ങളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് നമുക്ക് ഓക്സിജൻ തരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ മരങ്ങളൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മരങ്ങൾക്ക് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ പശുവിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൗഡങ് പോലത്തുള്ള സംഭവങ്ങൾ, ആനിമൽ വേസ്റ്റിൽ നിന്ന് വരുന്നതാണ് മീഥെയിൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അഗ്രികൾച്ചർ നടത്തുമ്പോഴാണ് ഈ മീഥെയിൻ ഗ്യാസ് പുറത്തു വരുന്നത്. ഓക്കെ, പിന്നെ ഫോസിൽ ഫ്യൂൽസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അതിന്റെ കാരണങ്ങളായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. കോസസ് അല്ലെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്, ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കുക, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1999 ക്യോട്ടോ, ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ക്യോട്ടോ പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, UN കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് അതിന്റെ ആക്ച്വൽ പേര്. അപ്പൊ അത് കൊണ്ടുവന്നിട്ടുള്ള, അതിനെ നമ്മൾ ജനറലി വിളിക്കുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവരെല്ലാം കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലോബൽ വാർമിങ്ങിനെതിരെ പോരാടുക. അതായിരുന്നു ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതിന്റെ ഇയർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ എർത്ത് ഉണ്ടല്ലോ, ഈ എർത്തില് ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമുക്ക് വേണം. നിങ്ങൾ ഈ പോളാർ ഏരിയാസിലൊക്കെ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു ഹൗസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഹൗസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പച്ചക്കറി നടും. അപ്പൊ ഈ പച്ചക്കറി നടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാർ ഏരിയാസിലൊക്കെ ഭയങ്കര തണുപ്പാണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് വരുന്ന ആ ഒരു സൺലൈറ്റിനെ ഇവര് ഇതിനകത്ത്, ഈ ഒരു ഗ്ലാസ് ഹൗസിനകത്ത് ട്രാപ്പ് ചെയ്തിട്ട് ഇത് തിരിച്ചു പോകാൻ അനുവദിക്കത്തില്ല. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യും, ആ ഒരു ഹീറ്റ് കിടന്നിട്ട് നമ്മുടെ ഈ ഒരു ഹൗസ് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അപ്പൊ ചൂടാവുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷിയൊക്കെ നടത്താനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോളാർ ഏരിയാസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പഠിച്ച ഗ്രീൻ ഹൗസ് ഗ്യാസസുകളില്ലേ, ഇവര് സെയിം സാധനമാണ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആ ഒരു ചൂടിനെ അബ്സോർബ് ചെയ്യും, പക്ഷെ തിരിച്ചു പോകുന്നതിന് എന്ത് ചെയ്യത്തില്ല, പുറത്തോട്ട് വിടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ മീഥെയിനും നൈട്രസ് ഓക്സൈഡും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് പഠിക്കണം, ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളത് പഠിക്കണം, അതിന്റെ ഇമ്പാക്റ്റുകൾ പഠിക്കണം. ഓക്കെ, അടുത്തതാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പണ്ടൊക്കെ ഈ സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് സ്കൂളിലൊക്കെ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരു 4 പാളിയുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരു 4 ലെയേഴ്സ് ഉണ്ട്. ആ 4 ലെയേഴ്സിലെ ഏറ്റവും ടോപ്പില്, ഏറ്റവും താഴെ നമുക്ക് ട്രോപ്പോസ്ഫിയർ ഉണ്ട്. ട്രോപ്പോസ്ഫിയർ ഈ പേരൊന്നും പഠിക്കണ്ട കേട്ടോ. ട്രോപ്പോസ്ഫിയർ ഉണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ഉള്ളത്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പെയിന്റ് ഉണ്ടല്ലോ, വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുന്ന പെയിന്റ്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട് അല്ലെ. അതായത് ഈ തീപിടുത്തമൊക്കെ വരുമ്പോൾ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അപ്പൊ ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നിന്നും പുറത്തു വരുന്ന ബ്രോമിൻ, ക്ലോറിൻ, അതുപോലെ ഫ്ലൂറിൻ പോലത്തുള്ള ഗ്യാസുകൾ കാരണം നമ്മുടെ ഓസോൺ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നല്ല ഓസോണും ഉണ്ട്, ചീത്ത ഓസോണും ഉണ്ട്. അപ്പൊ നല്ല ഓസോൺ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അല്ലെ, നമ്മൾ ഈ എയർ കണ്ടീഷണർ, AC-ക്കകത്തും ഫ്രിഡ്ജിനകത്തും ഒക്കെ ഉപയോഗിക്കുന്ന അതാണ്. പിന്നെ എയറോസോൾ പ്രൊപ്പലന്റുകൾ ഉണ്ട്. ബ്രോമോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ കാരണമാണ് നമ്മുടെ ഓസോൺ പാളിക്ക് വിള്ളലുകൾ ഉണ്ടാവുന്നത്, അതിനകത്ത് ഹോളുകൾ ഉണ്ടാവും. ഓക്കെ, ഓസോൺ പാളിക്കകത്ത് ഹോളുകൾ ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത്. ഓസോൺ ശോഷണം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ ഈ ഓസോൺ ലെയർ
നമ്മൾ സാധാരണയായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓസോൺ ലെയർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ അടുത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് തട്ടാൻ സാധ്യതയുള്ള ഹാംഫുൾ ആയിട്ടുള്ള യു വി റേസ് ഉണ്ട് അല്ലെ. യു വി റേസ് നമ്മൾ ഈ സൺസ്ക്രീൻ ഒക്കെ പൂശി നടക്കുന്നതിന്റെ ഉദ്ദേശം ഈ യു വി റേസ് ശരീരത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാ അല്ലെ. അപ്പൊ അതിനകത്ത് വളരെ ദോഷകരമായിട്ടുള്ള യു വി റേസുകൾ ചിലത് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ആ ക്യാൻസർ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓസോൺ പാളി എന്ത് ചെയ്യും, ഈ സാധനത്തെ അബ്സോർബ് ചെയ്യും, ഈ യു വി റേസിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ അതുവഴി നമ്മളുടെ ജീവനുള്ള വസ്തുക്കൾക്കൊന്നും അതുമൂലം എന്ത് ചെയ്യത്തില്ല, ദോഷങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അക്വാട്ടിക് ഓർഗാനിസത്തെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ മീനൊക്കെ പ്രധാനമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രൊഡക്ഷന് ഈ പറയുന്ന ഓസോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം യു വി വന്നടിച്ചാൽ ഇതൊക്കെ നശിച്ചു പോകും. അപ്പൊ അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ യു വി റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഓസോൺ ലെയർ. ഇപ്പൊ ഇത് ഓസോൺ ലെയർ ആണെന്നിരിക്കട്ടെ, ഈ വരുന്നത് യു വി റേസും ആണെന്നിരിക്കട്ടെ. ഈ യു വിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് യു വി റേസ് ആണ്. ഈ യു വി റേസിൽ നിന്ന് രക്ഷിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ഓസോൺ ആണ് കേട്ടോ. ഓസോൺ ആണ്, ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഏകദേശം ഓസോണ് 1979 നിന്ന് 1990 ആയപ്പോഴത്തേക്കും തന്നെ 5% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓസോൺ ലെയർ 5% കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഇത്രയും ഹാംഫുൾ ആയിട്ടുള്ള യു വി റേസിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും ഈ ഓസോൺ ലെയറിന് ദോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് CFC കോമ്പൗണ്ട്സിന്റെ ബാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് കെമിക്കൽസ് ആയിട്ടുള്ള കാർബൺ ടെട്രാക്ലോറൈഡ്, ട്രൈക്ലോറോ ഈഥേന്, അങ്ങനത്തെ ഉള്ള നമ്മൾ മീഥേൻ ക്ലോറോഫോം എന്നൊക്കെ പറയും. അപ്പൊ ഈ സാധനം ബ്രോമിൻ കോമ്പൗണ്ട്സ്, ഹാലോൺസ്, ഇതിന്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങുന്ന ഫ്രിഡ്ജുകളിലൊക്കെ ഈ ഒരു എന്താണ് CFC പ്രൊഡക്ഷൻ ഒക്കെ കുറവാണെന്നാ പറയുന്നത്. നമുക്കറിയില്ല, അങ്ങനെയാണ് പറയുന്നത്. സോ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഓസോൺ ഡിപ്ലീഷനുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ ഓസോൺ ഡിപ്ലീഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഇന്ത്യയുടെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ത്യയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലെ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് റിവേഴ്സ് ഉള്ള, ട്രിബ്യൂട്ടറീസ് ഉള്ള ഒരു വലിയൊരു രാജ്യമാണ്. ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, മൗണ്ടെയിനുകൾ ഉണ്ട് അല്ലെ. ഇനി നമ്മുടെ അടുത്ത് എക്സാമിന് ഒരു MCQ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡെക്കാൻ പ്ലേറ്റൂവിൽ കാണുന്ന മണ്ണ് ഏതാന്ന് കേട്ടോ. ഡെക്കാൻ പ്ലേറ്റൂവിൽ കാണുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് സോയിൽ ആണ്, ബ്ലാക്ക് സോയിൽ ആണ്. ഡെക്കാൻ പ്ലേറ്റൂവിൽ കാണപ്പെടുന്ന വോൾക്കാനിക് ഇറപ്ഷൻ വഴിയാണ് ഡെക്കാൻ പ്ലേറ്റു ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു ലാവ വന്നിട്ട് അങ്ങനെ ബ്ലാക്ക് സോയിൽ ഉണ്ടായി. അപ്പൊ അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് കോട്ടൺ കൾട്ടിവേഷൻ നടത്തുന്നത്. നിങ്ങൾക്കറിയാം മഹാരാഷ്ട്ര, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതിപ്പോ നമ്മുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സങ്കല്പിക്കുക. ഇപ്പൊ ഇത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയുടെ ദാണ്ട് ഈ ഒരു പോർഷൻ ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റു കിടക്കുന്നത് കേട്ടോ. ഡെക്കാൻ പ്ലേറ്റു കിടക്കുന്നത്. അപ്പൊ ആ ഡെക്കാൻ പ്ലേറ്റുവിൽ കാണുന്ന മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ ആണ്. ബ്ലാക്ക് സോയിൽ കേട്ടോ. അവിടെ നമ്മൾ കൂടുതലും ഈ കൾട്ടിവേഷൻ, എന്താണ് കോട്ടൺ കൾട്ടിവേഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ ഉണ്ട് അല്ലെ, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, ലോകത്തെ തന്നെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറസ്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വൈൽഡ് ലൈഫിനെ ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും. കാട്ടിനുള്ളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള മേജർ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസും കാണാൻ പറ്റും. ഇനി അത് കൂടാതെ അയണൂറ്, കോള്, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ ഉണ്ട് അല്ലെ. അതായത് ലോകത്തെ തന്നെ അയണൂർ റിസർവ്സിന്റെ 8% കാണുന്നത് ഇന്ത്യയിലാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ബോക്സൈറ്റ്, കോപ്പർ, അതായത് രാജസ്ഥാനിലൊക്കെ കോപ്പർ മൈനുകളൊക്കെ ഉണ്ട്. ക്രോമേറ്റ്, ഡയമണ്ട്, ഗോൾഡ്, ലെഡ്, ലിഗ്നൈറ്റ്, മാംഗനീസ്, സിങ്ക്, യുറേനിയം. നമ്മുടെ കേരളത്തിലൊക്കെ തോറിയത്തിന്റെ ഒക്കെ ഡെപ്പോസിറ്റുകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ചവറ, നീണ്ടകര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ തോറിയൻ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കാം. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൂടി വരുന്നതിന് എന്ത് കൂടുന്നുണ്ട്, നമ്മുടെ എൻവയോൺമെന്റിന്റെ മേലുള്ള പ്രഷറും കൂടുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് മനുഷ്യന്റെ ഹെൽത്തിനെ എല്ലാം മോശമായിട്ട് ബാധിക്കുന്നതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ നമുക്കൊരു ഡൈക്കോട്ടമി, ഒരു കോൺട്രാഡിക്ഷൻ കാണാനായിട്ട് പറ്റും, ഒരു വൈരുദ്ധ്യം കാണാൻ പറ്റും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് കൂടുവാണെങ്കിൽ ഓഫ് കോഴ്സ് അത് മോശമായിട്ട് തന്നെയായിരിക്കും എൻവയോൺമെന്റിനെ ബാധിക്കുന്നത്.
അപ്പൊ നമുക്ക് ഒരു സൈഡിൽ പോവർട്ടി ഉണ്ട്, ഒരു സൈഡിൽ എൻവയോൺമെന്റും ഉണ്ട്. അപ്പൊ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടർ കൂട്ടണോ അതോ നമ്മൾ പോവർട്ടി കുറയ്ക്കണോ എന്നുള്ളത് ചോദ്യമാണ്, അല്ലെ എൻവയോൺമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം ഇന്ത്യ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചിരിക്കുക. എയർ പൊല്യൂഷൻ, വാട്ടർ കണ്ടാമിനേഷൻ, സോയിൽ എറോഷൻ, അല്ലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡും ഒക്കെ കേൾക്കുന്നതല്ലേ. പിന്നെ നമ്മുടെ വയനാട് തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണ്, അല്ലെ. വയനാട്ടിലെ ആ ഒരു ദുരന്തം തന്നെ നമ്മളെ എല്ലാവരും ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. അപ്പൊ അതൊക്കെ ഈ സോയിൽ എറോഷൻ, ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിഫോറസ്റ്റേഷൻ, അതുപോലെ വൈൽഡ് ലൈഫ് എക്സ്റ്റൻഷൻ ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഗംഗാ ഡോൾഫിൻ ഒക്കെ എക്സ്റ്റൻഷന്റെ വക്കിലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ എന്തിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് ലാൻഡ് ഡീഗ്രഡേഷൻ, അല്ലെ. അതായത് നമ്മുടെ ലാൻഡിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഇപ്പം നിങ്ങൾ ഈ ഹൈവേക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണെങ്കിലും കാടൊക്കെ വെട്ടി തെളിച്ചെടുക്കുമ്പോൾ അവിടെ നിന്ന് ജൈവ വൈവിധ്യങ്ങൾ ഇല്ലാതാവുകയാണ്. എയർ പൊല്യൂഷൻ, പ്രത്യേകിച്ച് അർബൻ സിറ്റീസ്, അതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഡൽഹി, അല്ലെ. ഡൽഹിയിലെ എയർ പൊല്യൂഷൻ വളരെ മോശമാണ്. എയർ പൊല്യൂഷൻ വളരെ മോശം കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രഷ് വാട്ടറിന്റെ പ്രശ്നങ്ങൾ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അല്ലെ. അതായത് നമ്മുടെ വസ്തുക്കള് അതിന്റെ മാനേജ്മെന്റ് വളരെ മോശമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊക്കെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യയിലെ ലാൻഡ് ഇത്രയും മോശമായിട്ട് അത് ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇത് ഇത്ര മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ലാൻഡിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ലാൻഡ് ഡീഗ്രഡേഷനുള്ള കാരണങ്ങൾ എന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ലാൻഡ് ഡീഗ്രഡേഷനുള്ള കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലോജിക്കിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ ആണ്, അല്ലെ. ഡീഫോറസ്റ്റേഷൻ കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ വെജിറ്റേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ അത് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. രണ്ടാമതായിട്ട് ഫ്യൂവൽ വുഡ്, അതായത് നിങ്ങൾക്കറിയാം ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം നമുക്ക് പണ്ട് എല്ലാ വീട്ടിലും ഒന്നുമില്ല. ഇപ്പോഴും നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കാടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരിപ്പോഴും വിറകാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വിറക് ഉപയോഗിക്കുക, അപ്പൊ വിറക് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അനധികൃതമായിട്ട് ചിലപ്പോൾ മരം വെട്ടേണ്ടിയൊക്കെ വരും. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. ഇനി അടുത്തതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. നിങ്ങൾ ജുമ്മിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ജുമ്മിങ്, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം കൾട്ടിവേഷൻ ആയത് പ്രധാനമായിട്ട് അരുണാചൽ പ്രദേശ് ഏരിയയിലൊക്കെ ചെയ്യുന്നതാ, നോർത്ത് ഈസ്റ്റേൺ ഏരിയാസിൽ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ എടുക്കും. ആ ഫോറസ്റ്റ് ഏരിയ ഫുൾ എന്ത് ചെയ്യും, കത്തിക്കും. ഓക്കെ, കത്തിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവിടെ കൃഷി നടത്തും. അവിടെ ഒരു കൃഷി നടത്തി ഒരു 3 കൊല്ലമൊക്കെ കൃഷി നടത്തി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഒരു പുതിയ ഏരിയയിലോട്ട് പോകും. പുതിയ ഏരിയയിലോട്ട് പോയിട്ട് അവിടെ ഈ സെയിം സംഭവങ്ങൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കാട് ഇത്രയും നശിപ്പിച്ച് മുടിപ്പിച്ച് വെച്ചിട്ടാണ് അടുത്തടുത്തോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാല്ലേ, ഓരോ സ്ഥലങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ലാൻഡിലേക്കുള്ള എൻക്രോച്ച്മെന്റ്, അല്ലെ, ഓവറായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ കാടുകളിലോട്ട്. സത്യം പറഞ്ഞ ഈ ആനയും കടുവയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാട്ടിൽ നമ്മൾ കയറി താമസിക്കുന്നതുകൊണ്ടാണോ എന്ന് ചിലപ്പോൾ തോന്നും, അല്ലെ. കാരണം എൻക്രോച്ച്മെന്റ് നമ്മൾ കൂടുതൽ ഇപ്പം നാട്ടിലൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് ഉൾക്കാടുകളിലോട്ടും, ഉൾക്കാട് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മേജർ ഏരിയാസ് ഒക്കെ നമ്മളിപ്പോ റോഡൊക്കെ കെട്ടി കാടൊക്കെ ഇപ്പം നാട്ടുപ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആനിമൽസിന് അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതുകൊണ്ട് അവർ പുറത്തോട്ട് വരുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫോറസ്റ്റ് ഫയർ, ഓവർ ഗ്രേസിങ്, അല്ലെ, കാട്ടുതീ പോലത്തുള്ള ഇഷ്യൂസ്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സോയിൽ കൺസർവേഷൻ മെഷേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല. പിന്നെ ക്രോപ്പ് റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നടത്താറില്ല. അതായത് നമ്മൾ ഒരു സാധനം തന്നെ ഒരിടത്ത് കുറേ നാളിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും, അത് പാടില്ല. നമ്മൾ കൃത്യമായിട്ട് അത് മാറ്റി മാറ്റി കൊടുക്കണം. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ദോഷമായിട്ട് വരും. സോ അത് മോശമായിട്ട് ബാധിക്കാം. ജലസേചനം, അല്ലെ, ഗ്രൗണ്ട് വാട്ടർ ഒക്കെ വളരെ മോശമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് പറയാം. പിന്നെന്താണ്, പോവർട്ടി, അല്ലെ, അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പോവർട്ടി നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ലാൻഡ് ഡീഗ്രഡേഷന്റെ റീസൺസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു 5-6 പോയിന്റ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.
അപ്പൊ ഏകദേശം നമ്മുടെ ലോകത്തെ തന്നെ ഹ്യൂമൻ പോപ്പുലേഷന്റെ 17% ഉള്ളത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ 20% ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ അല്ലെ ജനസംഖ്യ കന്നുകാലികളുടെ എണ്ണം ഉള്ളതും 20% ഇന്ത്യയിലാണ്. പക്ഷേ ലോകത്തിന്റെ 2.5% മാത്രം വേൾഡ് ഏരിയയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതായത് ലോകം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിന്റെ മൊത്തത്തിൽ 2.5% മാത്രമുള്ള ഇന്ത്യയിലാണ് 17% ആൾക്കാരും 20% ലൈഫ് സ്റ്റോക്കുകൾ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 17% ആൾക്കാർക്കും റിസോഴ്സസ് ആവശ്യമാണ്. അതുപോലെ ഈ 20% കന്നുകാലികൾക്ക് ഫുഡും വെള്ളവും ഒക്കെ ആവശ്യമാണ്. അപ്പൊ അത്രയും തന്നെ നമ്മൾ എൻവയോൺമെന്റിന് എത്രയും പ്രഷർ ഉണ്ടാക്കുന്നുണ്ട കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പൊ അത്രയും നമുക്ക് എന്താണ് ഈ ഇപ്പം ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എൻവയോൺമെന്റിനെ തന്നെയായിരിക്കും ഫൈനലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഫോറസ്റ്റ് ലാൻഡ്, അതായത് ഒരു ഏരിയയിൽ വേണ്ട ലാൻഡ് ഫോറസ്റ്റിന്റെ അളവെന്ന് പറയുന്നത് 0.06 ഹെക്ടർ ആണ്. പക്ഷെ നമുക്ക് സത്യത്തിൽ വേണ്ടത് 0.47 ആണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഉള്ളത് 0.06 ആണ്, പക്ഷെ 0.47 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഏകദേശം 15 മില്യൺ ക്യൂബിക് മീറ്റർ ഫോറസ്റ്റോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, കട്ട് ചെയ്യുന്നതുകൊണ്ട്. കാരണം നമുക്ക് അത്രയും ബേസിക് നീഡ്സ് നടത്താൻ പോലും നമുക്ക് എൻവയോൺമെന്റിനെ അത്രയും പ്രഷർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ സോയിൽ ഇറോഷൻ 5.3 ബില്യൺ ടൺസ് ആണ് ഒരു വർഷം സംഭവിക്കുന്നത്. ഓക്കെ, അതായത് 0.8 മില്യൺ ടൺസ് ഓഫ് നൈട്രജൻ, 1.8 മില്യൺ ടൺസ് ഓഫ് ഫോസ്ഫറസ്, 26.3 മില്യൺ ടൺസ് ഓഫ് പൊട്ടാസ്യം ഒക്കെ എല്ലാ വർഷവും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂട്രിയൻസിന്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 5.8 തൊട്ട് 8.4 മില്യൺ ആണ്. ഈ കണക്കുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, എല്ലാം കുറഞ്ഞു വരികയാണെന്ന് ഓർത്താൽ മതി. അതായത് ഇവിടുത്തെ ഈ 0.06 ആണ് ഇന്ത്യയുടെ ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. 0.47 ആണ് നമുക്ക് പെർ ക്യാപിറ്റ ഫോറസ്റ്റ് ലാൻഡ് വേണ്ടത്. അപ്പൊ അത്രയും ഇല്ല എന്നുള്ള കാര്യം ഓർത്തിട്ട് ബാക്കി എല്ലാം കൂടി വരികയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ എയർ പൊല്യൂഷൻ, അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പം അത് എന്താണ്, വെഹിക്കിൾസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് എയർ പൊല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ പൊല്യൂഷൻ ആണ് ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, തെർമൽ പവർ ഏരിയാസിൽ നിന്നൊക്കെ വരുന്ന എന്താണ് എമിഷൻസ് അല്ലെ. അപ്പം ഇതെല്ലാം എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ ഇമ്പാക്ട് വരുന്നത് ജനറൽ പോപ്പുലേഷന് തന്നെയായിരിക്കും. അതായത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഇത്രയും ആൾക്കാർക്ക് പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ 3 ലക്ഷത്തിൽ നിന്നും 35 കോടിയായിട്ടാണ് 2022 ആയപ്പോഴത്തേക്കും വെഹിക്കിൾസിന്റെ എണ്ണം കൂടുന്നത്, മോട്ടോർ വെഹിക്കിൾസിന്റെ എണ്ണം കൂടുന്നത്. ഓക്കെ, അപ്പൊ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതായത് 2022-23 ഒക്കെ ആയപ്പോ തന്നെ 2 വീലഡ് വെഹിക്കിൾസ്, കാർസ് ഇവരൊക്കെ 85% ആയിട്ടുണ്ട്. ഓക്കെ, 85%. അപ്പൊ അവര് തന്നെ എന്താണ് എയർ പൊല്യൂഷനിലേക്ക് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ലോകത്തെ തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ 10-1 നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 10 രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള അർബനൈസേഷന്റെ പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ, പൊല്യൂഷന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് CPCB കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. CPCB, ഓക്കെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പൊ അവിടെ 17 കാറ്റഗറീസ്, 17 ഇൻഡസ്ട്രിയുടെ കാറ്റഗറീസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ CPCBയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഇന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? ഇപ്പൊ ഓസോൺ ഡിപ്ലേഷൻ, ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ഓസോൺ ഡിപ്ലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലാൻഡ് ഡീഗ്രഡേഷന്റെ ഫാക്ടേഴ്സ്, സംഭവങ്ങൾ, ഇന്ത്യ പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, വെഹിക്കുലർ പോപ്പുലേഷന്റെ കാര്യങ്ങൾ ഇത്രയും നോക്കിയിരിക്കുക. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.